രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഇത്രയും ദിവസത്തെ വെയിലൊക്കെ മാറി നല്ല മഴയൊക്കെ ആയിട്ടുണ്ട്. അപ്പം മഴയൊക്കെ ഇങ്ങനെ നല്ല രീതിക്ക് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തപ്പൂവൊക്കെ ഇട്ടവർക്കൊക്കെ ആയിരിക്കും കേട്ടോ നല്ല പണി കിട്ടിയേക്കുന്നത്. കാര്യം ദിവസം അത്തം തൊട്ട് 10 ദിവസത്തേക്ക് അത്തപ്പൂ ഇടുന്നവരൊക്കെ അത്തപ്പൂ എല്ലാ ഇടയിലൊക്കെ മുടങ്ങിക്കാണും. ഇവിടെ തിരുവോണത്തിന് മാത്രമാണ് കേട്ടോ ഞങ്ങൾ അത്തപ്പൂ ഇടുന്നത്, അല്ലാതെ ഇടാൻ സമയം കിട്ടാറില്ല കേട്ടോ. അപ്പം നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൂരിയും കിഴങ്ങറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഫുഡാണ് ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ദിവസമൊന്നും കഴിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ കൊതി തോന്നുമ്പോഴത്തേക്ക് ഇച്ചിരി എടുത്ത് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വെച്ച് അവിയലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചേക്കാമെന്ന് വിചാരിച്ച്. എന്താണെന്ന് വെച്ചാൽ പഴങ്കഞ്ഞിയൊക്കെ ഇങ്ങനെ കഴിക്കാത്ത ഇപ്പോൾ തന്നെ ഗുണ്ടുമുളക് മാതിരിയാണ് ഇരിക്കുന്നത്. ഇനി ഇതും കൂടെയൊക്കെ ദിവസമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരു കുട്ടിയാനെ കണക്കാവുമെന്ന് എനിക്കറിയാം. പെട്ടെന്ന് വണ്ണം വെക്കും. അത് എനിക്കൊന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അതിന് മുന്നേയൊക്കെ ഞാൻ ഇഷ്ടം പോലെ പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ലായിരുന്നു, വണ്ണവും വെക്കത്തില്ല, ഒന്നുമില്ലായിരുന്നു, യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞിക്കകത്തിട്ട് ചട്ടിക്ക് മീൻകറി വെച്ച ചട്ടിക്കകത്തിട്ടാണ് ചോറൊക്കെ ഇട്ട് എല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി മീൻചാറൊക്കെ കൂടുതൽ ഒഴിച്ച് കഴിക്കാനൊക്കെ തരും. അപ്പോൾ മീനിൻ്റെ തലയും മുള്ളും ഒക്കെ ഇട്ട് കറി വെച്ചാണ് എടുത്തേക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട്. എന്നിട്ട് അതിനകത്തൊരു ശകലം മാങ്ങാച്ചാറും കൂടെ ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ. എന്നെ ആണെങ്കിലും നമ്മൾ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും കേട്ടോ നീ. അപ്പോൾ പിന്നെ നമുക്ക് ഉള്ള സമയത്തൊക്കെ വല്ലതൊക്കെ കഴിച്ച് കഴിച്ചെന്നെങ്കിലുള്ളൊരു സന്തോഷ സമാധാനമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടുന്ന എപ്പോഴൊന്നും ഇല്ല, വല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇച്ചിരി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ആദ്യമേ എടുത്ത് വൈകിട്ട് വെച്ചത് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി കേട്ടോ. ഉപ്പ് ഇട്ടെടുത്ത് മാത്രം ഇട്ടങ്ങ് ഇളക്കിയതായിരുന്നു. അങ്ങനെ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇനി അതെല്ലാം ഒന്ന് മൊത്തം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മീൻമുള്ളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വായി നിരത്ത് വലിച്ചൂരി കളയുന്നതെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്കയുടെ ഒരുമാതിരി നാരുണ്ടല്ലോ, അതാണ് അവയിലതിട്ട് നല്ലപോലെ അങ്ങ് വെന്ത് പോയി മുരിങ്ങയ്ക്കയൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു നാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് കഞ്ഞി കുടിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇവർക്ക് ആർക്കും ഇഷ്ടമുള്ള സാധനങ്ങളല്ല കേട്ടോ, എനിക്ക് മാത്രമുള്ള ഇഷ്ടമുള്ളത്. കണ്ണൻ ഇടയ്ക്കെങ്ങാനൊക്കെ കഴിക്കും കേട്ടോ. കപ്പയും മീൻകറിയും പഴഞ്ചോറും തൈരും ഒക്കെ ആണെങ്കിൽ കണ്ണൻ ഇഷ്ടമാണ്, അല്ലാതെ ഇങ്ങനൊന്നും കഴിക്കുന്നൊന്നും ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ചട്ടിക്കകത്തോട്ട് ചില പഴഞ്ചോറൊക്കെ ഇട്ട് കഴിക്കാമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിനകത്തോട്ടാണ് ചോറൊക്കെ വെക്കുന്നത്. ആരും തലേദിവസം ചോറിനകത്ത് അങ്ങനെ അപൂർവം മനുഷ്യരൊക്കെ ഉള്ളൂ വെള്ളം ഒഴിച്ചൊക്കെ ഇടുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ചോറിനൊരു പ്രത്യേക രുചിയായിരുന്നു. ഇത് ഞാനും ഫ്രിഡ്ജിനകത്ത് തന്നെയായിരുന്നു വെച്ചത്. രാവിലെ അതിൽ നിന്നൊക്കെ എടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി എടുത്താണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി പഴഞ്ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്, ഒരു പ്രത്യേക. അങ്ങനെ നമ്മുടെ പഴങ്കഞ്ഞിയെല്ലാം ഇങ്ങനെ കഴിച്ചൊക്കെ തീരാറായി കേട്ടോ. ഇനി അതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ഒറ്റ ഒരു കറക്കൊന്ന് കറക്കേച്ചുണ്ടല്ലോ, ഒരു മോന്തിയല്ലേ അടിപൊളിയാണ്. ഇതിനോളം ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പഴങ്കഞ്ഞി കൂടി എല്ലാം കഴിഞ്ഞ് ഇതുപോലെയൊക്കെ കഞ്ഞി കുടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.